നമസ്കാരം. തദ്ദേശീയ യുദ്ധവിമാന വികസനത്തിൽ സുപ്രധാന ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ. അടുത്തിടെ പുറത്തിറക്കിയ തേജസ് യുദ്ധവിമാനത്തിന് പിന്നാലെയാണ് 5ാം തലമുറ യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് അഥവാ AMCയെ സ്വന്തമായി വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ത്യ മുന്നോട്ടു പോകുന്നത്. ഈ ശ്രമം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷനും രാജ്യത്തെ സ്വകാര്യ പ്രതിരോധ കമ്പനികളും കൈകോർത്താണ് ഈ ലക്ഷ്യസാക്ഷാത്കാരത്തിനായി പ്രയത്നിക്കുന്നത്. ഏറെ പ്രത്യേകതകളുള്ള യുദ്ധവിമാനമാണ് AMCA. സ്റ്റെൽത്ത് സവിശേഷതയുള്ള യുദ്ധവിമാനമായാകും ഇത് വികസിപ്പിച്ചെടുക്കുക. ഇതിൽ ഇരട്ട എഞ്ചിനാകും ഘടിപ്പിക്കുക. നിലവിൽ വ്യോമസേന ഉപയോഗിക്കുന്ന സുഖോയ് 30 MKI യുദ്ധവിമാനം കാലക്രമേണ ഒഴിവാക്കുന്ന മുറയ്ക്ക് അതിന് പകരം വെക്കാനാണ് ഈ പുതിയ യുദ്ധവിമാനം വികസിപ്പിച്ചെടുക്കുന്നത്. ഈ പദ്ധതിയിലൂടെ രാജ്യത്തിന്റെ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുക, സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ ഈ വിമാനത്തിന്റെ എയർഫ്രെയിം നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എയർഫ്രെയിം വികസിപ്പിക്കുന്നതിലെ നിർണായക ഘട്ടം ഇതിനോടകം പൂർത്തിയായി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധവിമാനത്തിന്റെ സുപ്രധാന ഭാഗമാണ് എയർഫ്രെയിം. യുദ്ധവിമാനത്തിന്റെ രൂപവും പ്രവർത്തനവും സ്ഥിരതയും എയർഫ്രെയിമിന്റെ കൃത്യതയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മറ്റു ഉപകരണ ഭാഗങ്ങളും എയർഫ്രെയിമിലാണ് സജ്ജമാക്കേണ്ടത്. എയർഫ്രെയിം വർക്കുകൾ പൂർത്തീകരണത്തിലേക്ക് നീങ്ങുന്നതിനൊപ്പം ഈ വിമാനത്തിലേക്ക് ആവശ്യമായ നൂതന റഡാർ സംവിധാനവും ത്വരിതഗതിയിൽ വികസിപ്പിക്കാനുള്ള യത്നങ്ങളും നടന്നു വരികയാണ്. അത്യാധുനിക സെൻസർ ഉൾപ്പെടുന്ന റഡാറാണ് ഇതിനായി വികസിപ്പിക്കുന്നത്. വിവിധ വ്യോമയുദ്ധ പോരാട്ടങ്ങളിൽ വിനിയോഗപ്പെടുത്താനാകും വിധമാണ് AMCA പുറത്തിറക്കുക. 2026 പകുതിയാകുമ്പോഴേക്കും ഈ യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പിന്റെ ആദ്യ രൂപം തയ്യാറാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പിന്നാലെ 2028 ഈ വിമാനത്തിന്റെ പരീക്ഷണ പറക്കലും നടക്കും. ലോകത്ത് ഇതുവരെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ പുറത്തിറക്കിയതിനേക്കാൾ വേഗത്തിലാണ് ഇന്ത്യയുടെ AMCA വികസന ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നീണ്ട 15 വർഷങ്ങളെടുത്താണ് അമേരിക്കയുടെ F-35 യുദ്ധവിമാനം വികസിപ്പിച്ചെടുത്തത്. അതിലും വേഗത്തിൽ AMCA പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഈ യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ വികസനം തദ്ദേശീയമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ നിലവിൽ ലക്ഷ്യം കാണാത്തതിനാൽ US കമ്പനിയായ ജനറൽ ഇലക്ട്രിക്കിന്റെ എഞ്ചിനാകും ഇതിനായി പ്രയോജനപ്പെടുത്തുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. രാജ്യം അടുത്തിടെ വികസിപ്പിച്ചെടുത്ത തേജസ് യുദ്ധവിമാനത്തിലും ഇതേ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. വ്യോമരംഗത്തെ കരുത്തുയർത്തുന്ന തേജസ് യുദ്ധവിമാനത്തിന് പിന്നാലെ ഇരട്ട എഞ്ചിനോടെ സാധ്യമാക്കാനൊരുങ്ങുന്ന AMCAയും രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടായി തീരുമെന്നതിൽ തർക്കമില്ല. ഈ ശ്രദ്ധേയ നേട്ടത്തിനൊപ്പം യുദ്ധവിമാന വികസനത്തിനായുള്ള ഇന്ത്യയുടെ തദ്ദേശീയ ശ്രമങ്ങളും വാനോളം ഉയരുകയാണ്. അങ്ങനെ ഈ 5ാം തലമുറ യുദ്ധവിമാന വികസനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ മുൻനിര പട്ടികയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിലവിൽ അമേരിക്കയും ചൈനയും റഷ്യയും മാത്രമാണ് 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.